ഇന്ന് നമ്മുടെ വീട്ടിൽ ഐനൂസ് മാത്രമല്ല കേട്ടോ ചെറുതായിട്ടുള്ളത്, നമ്മുടെ എയറോസും കൂടി ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ എയറോസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവളെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ആളിവിടെ വന്നിട്ടില്ല കേട്ടോ, ഇതുവരെ എൻ്റെ അടുത്ത് നിന്നിട്ടില്ല, അവരെ വിട്ട് മാറി നിന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുമോ, രാത്രി കരയോ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇനി ഉറങ്ങുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ആൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ആൾ കരച്ചിലാ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അവൾക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ രാത്രി ഒന്നും ഇതുവരെ ഞാൻ നിർത്തി നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം ആളെന്തായാലും നിന്നിട്ടുണ്ട്, പക്ഷെ ആൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ഞാൻ മേലൊക്കെ കഴിച്ച് ആൾ ഉറക്കാൻ കെടുത്തിട്ടുണ്ടായിരുന്നു. ആൾ തനിയെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കരച്ചിലാ കാര്യങ്ങൾ ആരെയും ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ നേരെ നമ്മുടെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് നമ്മുടെ ഗ്രീൻ പീസ് 2 ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ദോശപ്പൊടി കിട്ടിയപ്പോൾ ആ ദോശ അങ്ങോട്ട് ഉണ്ടാക്കിയോണ്ട് ഗ്രീൻ പീസ് ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല ഐസും കട്ട പോലെ ഇരിക്കേണ്ടായിരുന്നു ഗ്രീൻ പീസ്. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൽ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ പൂരിക്കുള്ള മാവും കൂടി കുഴച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചായയും കൂടി കാച്ചുന്നുണ്ട്. പിന്നെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് സൈഡിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഊഹിക്കാം, ഇന്ന് പൂരിയും ഗ്രീൻ പീസ് കറിയും കൂടി ആട്ടോ ആക്കുന്നത്. പിന്നെ നമ്മുടെ ചായ തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരു പാത്രത്തിലോട്ട് പകർത്തി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിനോട്ടിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാളയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ഇടിച്ചു മുളക് പൊടിയൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ അത് ഗ്രീൻ പീസ് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എയറൂസ് ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എയറൂസിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഞാൻ ചെയ്യുന്ന പണിയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഐനൂസിനെ വിളിക്കാനായിട്ട് പോകുന്നത്, കാരണം ഐനൂസിനെ ഇന്ന് നഴ്സറിൽ വിട്ടിട്ട് വേണം അവളെ കൊണ്ടുപോയി വീട്ടിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളതേ പൊക്കി എണീപ്പിക്കുന്നുണ്ട്. ആൾ നല്ല ഉറക്ക ക്ഷീണത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ അനക്കാൻ നിന്നില്ല, കാരണം ഞാൻ എണീപ്പിച്ച് വല്ല കരച്ചിലായി കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും. പിന്നെ അവൾ പോയി വിളിക്കേണ്ട കേട്ടോ, എയറൂസ് പോയി വിളിക്കേണ്ട ഐനൂസിനെ. അപ്പോൾ എയറൂസ് വിളിച്ചുകൊണ്ട് വേഗം എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അവിടെ വിളിച്ചിട്ട് അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ഞാൻ പൂരി ചൂടാനുള്ള പണിയാട്ടം നോക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പൂരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂരി നല്ല റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഐനൂസ് എയറൂസോട് എന്തൊക്കെയോ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, ഇവർ രണ്ടുപേരും നല്ല കോംബോ ആണ്, രണ്ടുപേരും അവിടെ നോറ്റൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേർക്ക് ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചായയും പൂരിയും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഐനൂസിനും എയറൂസിനും വെറുതെ കഴിക്കാനായിട്ട് പൂരി ഇഷ്ടം. അപ്പോൾ രണ്ടുപേർക്ക് പൂരിയൊക്കെ ഇട്ട് കൊടുത്ത് ഐനൂസിനെ വേഗം കുളിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഐനൂസിനെ നഴ്സറിൽ വിടാനുള്ള പ്ലാനായിട്ടാണ് നോക്കുന്നത്. അവളെ ഡ്രസ്സ് ഇടലും ഫുഡ് കഴിക്കലും ബാത്റൂം പോക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വേഗം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ